നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി സഞ്ചരിച്ച കാറും അതുപോലെ തന്നെ മൈസൂർ കൊട്ടാരത്തിന് വേണ്ടി അവരുപയോഗിച്ചിരുന്ന കാറും അതുപോലെ തന്നെ വലിയ വലിയ രാഷ്ട്രപ്രമുഖന്മാരുപയോഗിച്ച വാഹനങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ടൊരു അവസരം മൈസൂരിലുണ്ട്. അതായത് മൈസൂർ വരുന്നവർ ഇതുപോലെ മാപ്പിലടിക്കുക, ഈ മുകളിൽ മഞ്ഞ എഴുതിയ പയാന മ്യൂസിയം, ഓക്കെ, കാർ മ്യൂസിയം. ഇത് നിങ്ങൾ മൈസൂർ കൊട്ടാരത്തിൽ നിന്നും ഏകദേശം ഒരു 13-14 കിലോമീറ്റർ ബാംഗ്ലൂർ റൂട്ടിൽ സഞ്ചരിച്ചാൽ റോഡ് സൈഡിലായിട്ട് ഇതുപോലത്തെ ഈ ടയറിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങോട്ട് പോകുമ്പം വലത്ത് സൈഡിലായിട്ടും ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഇടത്ത് സൈഡിലായിട്ടും നിങ്ങൾക്കിത് കാണാം. ഓക്കെ, അപ്പം ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 75 രൂപയാണ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട, പക്ഷേ ID കാർഡ് കയ്യിൽ വേണം. ഈ കോർണറിൽ കാണുന്ന മഹാനാണ് ഇത് ഉണ്ടാക്കിയത്. വീരേന്ദ്ര ഹെഡ്കോഡെ എന്ന് പറയുന്ന ഒരു പഴയ രാജ്യസഭാ അംഗമായിരുന്നു ഇദ്ദേഹം. ഇവിടെ എക്സ് മിലിറ്ററി പോലത്തെ ആളുകൾക്ക് ഇവിടെ ടിക്കറ്റ് ഫ്രീ ആണ്. ഇവിടെ കടന്നു വരുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് വന്നാൽ കാണാനുള്ള കാഴ്ചയിൽപ്പെട്ട ഒന്ന്, മനുഷ്യൻ ടയർ നിർമ്മിച്ചു തുടങ്ങിയത് അവിടെ മുതൽ. ഓക്കെ, പിന്നീട് ഇത്തരം ടയറുകൾ നിർമ്മിച്ചു, അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ നിർമ്മിച്ചു, അതുപോലെ തന്നെ മഞ്ചൽ, അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പരിണമിച്ച് പോന്ന് ഈ വണ്ടിയിലെത്തി. ഓക്കെ, അപ്പം അതിന് ടയറൊക്കെ കുടുക്കി ഒന്നും കൂടി സെറ്റപ്പാക്കി, കുറച്ച് അപ്പുറത്ത് ഒന്നും കൂടി നല്ല വണ്ടി, അതിൻ്റെ അങ്ങേപ്പുറത്ത് വേറൊരു വണ്ടി. അങ്ങനെ വണ്ടിയിൽ നിന്നുമുള്ള ഒരു പരിണാമ സിദ്ധാന്തം, അതായത് വിൻറ്റേജ് കാറുകളുടെ ഒരു ലോകം തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാറ് മാത്രമല്ല, ബൈക്ക്, അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ. ഇനി നിങ്ങൾ അങ്ങനെ ഓരോന്നോരോന്ന് കാണുക. ഓരോ കാലഘട്ടത്തിലും അത് ആര് ഉപയോഗിച്ചതാണ്, ആ വണ്ടിയുടെ CC എന്താണ്, അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ കപ്പാസിറ്റികളും അതിൻ്റെ മറ്റ് ഡീറ്റെയിലുകളും, അത് ഏത് കാലഘട്ടത്തിൽ ഇറങ്ങി എന്നുള്ളതും അങ്ങനെ ഏത് രാഷ്ട്രത്തിലാണ് അത് ഇറങ്ങിയതെന്നും ഒക്കെ കംപ്ലീറ്റ് ഓരോ വാഹനത്തിൻ്റെ മുന്നിലും അവർ ഓരോ ടാഗ് വെച്ച് നമുക്കത് വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പം ഇത് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാട്ടോ. കാരണം നമ്മളാ വിചാരിച്ച പഴയ പൊളിഞ്ഞ വണ്ടികളൊന്നുമല്ല. വണ്ടി ഇങ്ങനെ കണ്ടാൽ അത്രയും നല്ല മെറ്റാലിക് പെയിൻ്റൊക്കെ കൊടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് നല്ല റണ്ണിങ് കണ്ടീഷനോടുകൂടിയുള്ള വണ്ടികളാണൊക്കെ. പക്ഷെ നമുക്ക് ഉപയോഗിക്കാനിത് അവർ തരൂല. അവരിങ്ങനെ ആ ലെവലിൽ അത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കാണാം, ഒരുപാട് വാഹനം. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒക്കെ വാഹനങ്ങൾ കഴിഞ്ഞു പോയി എന്നുള്ളത് അതിലെ മഞ്ചലാണ് ആ തൂക്കിയിട്ടത്. അതായത് ഇതൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു സംഭവമാണത്. ഈ മഞ്ചൽമെന്ന് വിട്ട് ടയർമെന്ന് പോകുന്നത്. ഇതാണ് മൈസൂർ രാജാവ് ഉപയോഗിച്ചിരുന്ന വണ്ടി. ഇത് കാണേണ്ട വണ്ടി തന്നെയാണ്, നല്ല സെറ്റപ്പ് വണ്ടി, നല്ല അടിപൊളി ലുക്കം വണ്ടികൾ. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്, മൈസൂർ കൊട്ടാരത്തിലെ രാജാക്കന്മാർ. ഓക്കെ, ഇതാണ് പിന്നെ അവിടെ ഇങ്ങനെ വണ്ടി, ഇതിങ്ങനെ ഒരു ലോഗാണ് വണ്ടിയുടെ. ഇതിങ്ങനെ നിങ്ങൾ നിരന്നാണ്ട് കാണുക. ഓക്കെ, കണ്ടിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ബൈക്കുകൾ, അതായത് ബൈക്ക് തുടക്കത്തിൽ വരുന്നത് അത് ഏത് വർഷത്തിലാണ് വന്നതെന്നും, അത് പിന്നെ കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം വന്ന ബൈക്ക്, അതിമെന്ന് നേരെ തൊട്ടടുത്ത വർഷം വന്ന ബൈക്ക്, അങ്ങനെ ഓരോ ബൈക്കുകളുടെയും അതിൻ്റെ ആ ഒരു കണ്ടീഷൻ റണ്ണിങ് അടിസ്ഥാനത്തിൽ അവരിത് കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് പോയി കാണാവുന്നതാണ്. ഇനിയും ഒരുപാട് ഇതിലെ കാഴ്ചകളുണ്ട്. ഇതിങ്ങനെ പോകുമ്പം ഇനി കാറുകളുടെ ഒരു നിര വരണ്ട. അതുപോലെ തന്നെ 2ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ. ഓക്കെ, അതിൽ ട്രക്ക് ഉണ്ട്, പിന്നെ വലിയ വലിയ പിന്നെ ക്യാരേജ് വലിയ വാഹനങ്ങളുണ്ട്. അതായത് പിന്നെ വിൻറ്റേജുകളുടെ ഒരു ലോകം. ഓക്കെ, രാവിലെ 9 മണിക്ക് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആകും. 7:30 വരെ, രാത്രി 7:30 വരെ ടിക്കറ്റ് കൊടുക്കും. 8 മണി വരെ ഇത് വർക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം ഈ 9 മണി മുതൽ 8 മണി വരെ വർക്കിംഗ്. ഓക്കെ, ഒറ്റ ദിവസം കൊണ്ട് മൈസൂരിലെത്തി തിരിച്ചു പോകാൻ പറ്റിയ രൂപത്തിൽ കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ് മാർഗം 300 രൂപയ്ക്ക് ഇവിടെ എത്താനുള്ള വഴികൾ എല്ലാം നമ്മളെ ഈ വീഡിയോയിലുണ്ട്. മുകളിൽ കാണുന്ന ഈ സഫർ റൂട്ടിന് മഞ്ഞ നിറത്തിലുള്ള യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ അതിലെ വീഡിയോസ് തിരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ അവിടെ വന്ന് പോകാൻ നിങ്ങൾക്ക് എല്ലാ സാഹചര്യവും ആ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് കോഴിക്കോട് മലപ്പുറം ജില്ലയിലുള്ളവർക്കൊക്കെ പുലർച്ചെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം രാവിലെ മൈസൂരിലെത്തി അന്ന് രാവിലെ ഫുൾ അവിടെ കറങ്ങി രാത്രി 6 മണിയാകുമ്പോഴത്തേനും അവിടെ നിന്ന് പുറപ്പെട്ട് രാത്രി ഒരു 12 മണി ആകുമ്പോഴത്തേനും നാട്ടിൽ തന്നെ തിരിച്ചെത്താൻ പറ്റിയ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്.